Hey my dear guys, welcome to the sessions of the CA Intermediate paper number 1 Advanced Accounting. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് A16 ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഈ ഒരു സ്റ്റാൻഡേർഡിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എച്ച് ലിമിറ്റഡ് ഉണ്ട്. എച്ച് ലിമിറ്റഡ് എന്ത് ചെയ്യുന്നുണ്ട്? ബോറോയിങ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിന്ന് കുറച്ച് കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ ബോറോയിങ് നടത്തിയത്? കൺസ്ട്രക്ഷൻ ഓഫ് ക്വാളിഫയിങ് അസറ്റ്, അവരുടെ ഒരു ഓൺ യൂസിനായിട്ട് ബിൽഡിങ്ങിന് കൺസ്ട്രക്ഷൻ നടന്നതാണ്. ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കുന്നത് മെയ് 31 2021 ആൻഡ് നമ്മുടെ കുറച്ച് ഡെക്കറേഷൻ വർക്കുകൾ, മൈനറായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻ വർക്കുകളാണ് ഇനി എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നത്. നവംബർ 2021 എന്ന് വെച്ചാൽ മെയ്യിൽ പരിപാടികൾ ഏകദേശമൊക്കെ കഴിയും. ഇനി കുറച്ച് ഡെക്കറേഷൻ വർക്കുകൾ നവംബർ ആകുമ്പോഴത്തേനും കഴിയും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ആൻഡ് അവരുടെ അസറ്റ് എന്ത് ചെയ്യാം? ഓൺ യൂസിന് വേണ്ടി അത് കഴിയുമ്പോൾ യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവർക്ക് അറിയേണ്ടതെന്ന് പറയുന്നത് ഈ നവംബർ വരെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നാ ചോദിച്ചേക്കുന്നത്. ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കണ്ടീഷൻ എന്താണ്? ക്യാപിറ്റലൈസേഷൻ എവിടെ വെച്ച് നിർത്താൻ പറ്റും? 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ത്യൻ്റെ യൂസിന് വേണ്ടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കുക, പക്ക ആക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെച്ച് നമ്മളുടെ ക്യാപിറ്റലൈസേഷൻ നിർത്താം. അടുത്ത ഇനി ചെറിയ അഡ്മിനിസ്ട്രേഷൻ വർക്കുകളെ പെൻഡിങ് ഉള്ളൂ എങ്കിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് നമ്മുടെ ബോറോയിങ് കോസ്റ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ നിർത്താം. ബാക്കി PL പൊക്കോ, ബാലൻസ് ഷീറ്റിൽ പോകാനുള്ളത് ഇവിടെ വെച്ച് നിർത്തിക്കും. അടുത്തതെന്ന് പറയുന്നത് ചെറിയ മൈനർ ആയിട്ടുള്ള ഡെക്കറേഷൻസ്, മൈനർ ആയിട്ടുള്ള പണികളാണ് ബാക്കിയുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് നിർത്തിയിട്ട് ബാക്കി PL പോവാം. ഓക്കെ ആണോ? ഇതൊക്കെ മെറ്റീരിയൽ അല്ല. നമ്മുടെ ഈ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിംഗ് ഇൻറ്റൻറ്റ് യൂസിന് പറ്റിയിട്ടുണ്ടോ? ചുമരൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഉണ്ട്, ഫിസിക്കലി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഡെക്കറേഷൻ വർക്ക് 4 പൂവ് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ച് വെക്കുക എന്നുള്ള കാര്യമാണ്. അത് നവംബർ വരെ പോകുന്ന അസറ്റിന് അത്രയും വാല്യുവേഷൻ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അത്രയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഇൻറ്റൻറ്റ് യൂസ് മെയ് 31 2021 എന്ത് ചെയ്യുന്നുണ്ട്? സംഭവിക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നവംബർ വരെ ക്യാപിറ്റലൈസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? ഇതേ കാര്യങ്ങളിൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനകത്തും പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വായിക്കുക. അടുത്തതെന്ന് പറയുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അവരൊരു എൻ്റർടൈൻമെൻറ്റ് പാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്? ലോൺ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ഒരു ബാങ്കിൽ നിന്നിട്ട്. ഈ പാർക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ആയിരിക്കും. ഓക്കെയാണ്? ഇവിടെ ഒരു പാർക്ക്, ഇവിടെ ഒരു സാധനം, ഇവിടെ ഒരെണ്ണം, അങ്ങനെ ചേർന്നിട്ട് ഒരു വലിയ പാർക്കായിരിക്കും വരുന്നത്. ഓക്കെയാണോ? ഈ ഒരു കേസിനകത്ത് എന്താണ്? 3/4 പാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്ട്രക്ട് ചെയ്യുന്നിട്ട് അത് ഓപ്പൺ ചെയ്യുന്നുണ്ട് പബ്ലിക്കിന് വേണ്ടി. ഓക്കെയാണോ? നമ്മുടെ 4 കാര്യങ്ങളുണ്ട്. 4 അമ്യൂസ്മെൻറ്റ് പാർക്കിനകത്ത് 4 കാര്യങ്ങളുണ്ട്. ഈ 3 എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? ഇനി കൺസ്ട്രക്ഷനകത്ത് ഉള്ളൂ. ഓക്കെയാണോ? അങ്ങനെ ആണെങ്കിൽ ബോറോയിങ് കോസ്റ്റിൻ്റെ കാര്യം എങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ബോറോയിങ് കോസ്റ്റ് ഇൻകർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 3/4 എന്ത് ചെയ്യുക? ഓൾറെഡി കംപ്ലീറ്റ് ആയി നിൽക്കുന്നതാണ്. ഇത്രയും ഭാഗം എന്ത് ചെയ്യുക? PL പോവുക. ഇപ്പോഴും ആ 1/4 പോർഷൻ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക? ക്യാപിറ്റലൈസ് ചെയ്യുക. ഓക്കെ ആണോ? ഇൻഡിപെൻഡൻ്റ്ലി ആണ് നമ്മൾ നോക്കുന്നത്. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ കോൺസെപ്റ്റ് പാർട്ട് വീഡിയോയ്ക്കകത്ത് പോവുകയാണെങ്കിൽ കൂടുതൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് ക്വാളിഫയിങ് അസറ്റാണ്. ഈ 3/4 എന്ത് ചെയ്യുക? പരിപാടി നിർത്തുക. ക്യാപിറ്റലൈസേഷൻ ബാലൻസ് ഷീറ്റിനകത്ത് പോകുന്ന പരിപാടി നിർത്തുക. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളാണെങ്കിൽ P&L-നകത്ത് ആ ഒരു ബോറോയിങ് കോസ്റ്റിനെ വിടുക. ഓക്കെ ആണോ? ക്യാപിറ്റലൈസേഷൻ പാർട്ട് അവിടെ വെച്ച് അവസാനിക്കുകയാണ്. എന്താണ്? നമ്മുടെ ഇൻറ്റൻറ്റ് യൂസിന് വേണ്ടി അത് ഓക്കെ ആവുകയാണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ സീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്തായിരുന്നു. അതിനകത്ത് നമ്മൾ പർപ്പസ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അഡ്വാൻസ് ടു ദ സപ്ലയർ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് മാത്രമാണ്. ഇത് ക്വാളിഫയിങ് ആണോ നോൺ ക്വാളിഫയിങ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഞാൻ അവിടെ പറഞ്ഞ സംഭവം തന്നെ, നിങ്ങൾക്ക് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ക്വാളിഫയിങ് ആയിട്ട് വരുന്നത്. ഇത് അപ് ടു യു ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബൈ വേ ഓഫ് നോട്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും?
ഇത് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ആണെന്നാണ് ഞാൻ അസ്യൂം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ക്വാളിഫയിങ് അസറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നു എന്ന് പറയാൻ പറ്റും. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, IC ഏത് ഫോർമാറ്റിലാണോ ചെയ്യുന്നത് അതേ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ മുന്നിലെ എന്ത് ചെയ്തത് പറയുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അമേസിങ് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അവരെന്താണ് 32 crore ആണ് ലോൺ അത് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം അവർ ആ ഒരു ഇത് ലോൺ എടുത്തേക്കുന്നതെന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ്. അവരൊരു കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്, ഒരു സീലിംഗ്, ഒരു പാലം 2 സിറ്റികൾ തമ്മിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവിടെ എന്ന് പറയുന്നത് 2 മാസം എന്തുണ്ട്, നമ്മുടെ ഹൈ വാട്ടർ ലെവൽ ആയതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ വർക്ക് ചെറുതായിട്ടൊന്ന് ഡിലേ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇവിടെ. അപ്പം നിങ്ങൾക്ക് സസ്പെൻഷൻ ഓഫ് ദി ബോറിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ കയറി വരും. ആ ഒരു പീരീഡിൽ നമ്മൾ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതൊരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണോ, ആക്റ്റീവ് ആയിട്ടുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റ് പോസ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണോ എന്ന് നോക്കുക. യെസ്, വെള്ളം അല്ലേടോ 2 മാസം എന്ത് ചെയ്യുക, വെള്ളം പൊങ്ങും, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ ആണോ? അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പീരീഡിൻ്റെ എന്ത് ചെയ്യേണ്ട, ക്യാപിറ്റലൈസ് ചെയ്യാതിരിക്കേണ്ട, അത് ഓക്കെയാണ്, പക്ക ആയിട്ട് പോകുന്നതാണ്. സസ്പെൻഷനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ഇതിന് എത്ര രൂപയാണ് ഇൻകർ ആയിരിക്കുന്നത്? 25 crore ആണ് ഇൻകർ ആയിരിക്കുന്നത്. അടുത്തത് പർച്ചേസ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെഷീനറീസ് ആണ് ചെയ്തിരിക്കുന്നത്. പർച്ചേസ് ആണ് ടെർമിനോളജി നോക്കുക, പർച്ചേസ് ആണ്. സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കുന്നില്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതിന് എത്ര രൂപയായിട്ടുണ്ട്? 3 crore ആയിട്ടുണ്ട്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യത്തില്ല, അതൊരു ക്വാളിഫയിങ് അസറ്റ് ആയിട്ട് വരത്തില്ല. അത് പർച്ചേസ്, കൺസ്ട്രക്ഷൻ ആൻഡ് അക്വിസിഷൻ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കേസിന് അത് നടക്കുന്നില്ല. ഓക്കെ ആണോ? ഇനി അടുത്തത് പർച്ചേസ് ഓഫ് വെഹിക്കിൾ സംഭവിക്കുകയാണ്. അതിനെന്താണ്, 50 ലക്ഷം രൂപയാണ്, 50 lakh ആണ് വരുന്നത്. അഡ്വാൻസ് ഫോർ ദ ടൂൾസ് ഓർ ക്രെയിൻ, ഇവിടാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. IC 2 2ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബൈ വേ ഓഫ് നോട്ട് ഓരോന്നിനെയും നമ്മളിങ്ങനെ നോട്ട് കൊടുത്ത് പോവുക. ഇന്ന കാര്യമാകുമ്പോൾ നമ്മൾ ക്വാളിഫയിങ് അസറ്റ് എന്താണെന്ന് എഴുതുക, ആൻഡ് നോൺ ക്വാളിഫയിങ് ഇതല്ലാത്തത് എന്താണ്, നോൺ ക്വാളിഫയിങ് അസറ്റ് ആണ്, സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കുന്നില്ല, ഈ നോൺ ക്വാളിഫയിങ് എന്നാണ് ഞാൻ അസ്യൂം ചെയ്തതെന്ന് എക്സാമിനകത്ത് എന്ത് ചെയ്യുക, എഴുതുക. എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. വെറുതെ നമ്മൾ ക്വാളിഫയിങ് നോൺ ക്വാളിഫയിങ് എഴുതുന്ന അവർ നോക്കുകയാണെങ്കിൽ എന്ത് എഴുതി വെച്ചേക്കുന്ന എന്നെ എന്ത് ചെയ്യത്തുള്ളൂ, നോക്കത്തുള്ളൂ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എക്സാമിനേഷന് ആ ഒരു വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഇതുമായിട്ട് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നും കാണത്തില്ല. അവർക്ക് കൊടുക്കുന്ന ഒരു ആൻസർ കീ വെച്ചിട്ടായിരിക്കും അവർ നോക്കുന്നത്. ഓക്കെ ആണോ? അപ്പം നമ്മളെ സമയത്തോളം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുക ബൈ മേ നോട്ടിനകത്ത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ക്വാളിഫയിങ് എന്താണ്, നോൺ ക്വാളിഫയിങ് എന്താണ്, ഏതൊക്കെ ഇതിനകത്ത് വരും, സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കുന്നുണ്ടോ ഇല്ലയോ, ഓക്കെ ആണോ, കഥ എഴുതുക. പുള്ളി അപ്പം വായിക്കുമ്പോൾ എന്ത് ചെയ്യും, IC എടുത്തേക്കുന്നത് ഇങ്ങനെയാണ്, ബട്ട് കുട്ടിക്ക് എന്താ ഈ സാധനം അറിയാം, അങ്ങനെയാണെങ്കിൽ ഇവൻ പറഞ്ഞേക്കുന്നത് ഓക്കെ ആണ് എന്നായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഇതിൻ്റെ നോട്ടിലാണല്ലോ കാര്യം. ഓക്കെ ആണോ? ഈ ഒരു ഏതൊരു AS എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. ഓക്കെ ആണോ? സിറ്റുവേഷൻ നമ്മുടെ ലൈഫ് അതിനകത്താണ് വരുന്നത്. ഈ സിറ്റുവേഷനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൻ്റെ നമ്മുടെ ഓൺ ജഡ്ജ്മെൻറ്റിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ദെൻ പർച്ചേസ് ഓഫ് ടെക്നിക്കൽ നോ ഹൗ, അതിനും 1 crore ആവുന്നുണ്ട്. ടോട്ടൽ ഇൻട്രസ്റ്റ് ആവുന്നതെന്ന് പറയുന്നത് 80 lakh ആയിരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഇതിനകത്ത് ക്വാളിഫയിങ് അസറ്റായിട്ട് നമുക്ക് ഒരെണ്ണേ എടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, പർച്ചേസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പർച്ചേസ് ഒന്നും സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കുന്നില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂമായിട്ട് ചെയ്യാം. ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സീലിംഗിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതിന് 25 crore വരുന്നുണ്ട്. അതിനെ നമ്മൾ ലാക്കിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം 2500 lakh ആയിരിക്കും വരുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്, 80 lakh വരുന്നുണ്ട്. അതിൻ്റെ പ്രൊപ്പോർഷനലി എടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, 62.5 lakh ആയിരിക്കും വരുന്നത്. ആ എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക. ബാക്കിയുള്ളതിൻ്റെ പ്രൊപ്പോർഷനലി നോക്കുക. അത് നോൺ ക്വാളിഫയിങ് അസറ്റ് ആണ്, അതുകൊണ്ട് PRL എക്സ്പെൻസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രോറിനകത്താണ് എന്ത് പറഞ്ഞേക്കുന്നത്, ലോൺ എമൗണ്ട് പറഞ്ഞേക്കുന്നത്, ബട്ട് ഇൻട്രസ്റ്റ് പറഞ്ഞേക്കുന്നത് ലാക്കിനകത്താണ്. യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെയിം ഇതിനകത്തോട്ട് പോവാന്നാണ്. അവിടെ ടോട്ടൽ എത്ര വരുന്നുണ്ട്, 17,50,000 ആണ് PNLനകത്തോട്ട് പോകേണ്ട എക്സ്പെൻസ് വരുന്നത്.
ഓക്കെയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇവിടെ നമ്മൾ എടുക്കുന്ന ജഡ്ജ്മെൻറ്റ്, ഞാൻ എപ്പോഴും പറയും ജഡ്ജ്മെൻറ്റ്, ഈ ഒരു ജഡ്ജ്മെൻറ്റിനകത്താണ് എല്ലാം ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഇവിടെ എടുക്കുന്ന ജഡ്ജ്മെൻറ്റ് നമ്മൾ നോട്ട് എഴുതിയിട്ടില്ല, പക്ഷേ നമ്മൾ എടുക്കുന്നു അഡ്വാൻസ് എന്താണ് ക്വാളിഫയിങ് അസറ്റ് ആണെന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരും, പ്രശ്നം വരും. എൻ്റെയർ ബോറോയിങ് കോസ്റ്റ് തെറ്റും. അങ്ങനെ ബോറോയിങ് കോസ്റ്റ് തെറ്റുകയാണെങ്കിൽ ആൻസർ കീ നോക്കുമ്പോൾ എന്താണ്, ബോറോയിങ് കോസ്റ്റ് തെറ്റി സാധനമാണ്. എന്തെങ്കിലും നോട്ടുണ്ടോ നോക്കും, നോട്ടൊന്നുമില്ല, അപ്പം കുട്ടിക്ക് അറിയാത്ത സംഭവമാണെന്ന് ഒരു കൺക്ലൂഷനകത്ത് വരും, മാർക്ക് പോകും. ഓക്കെ ആണോ? യെസ്, IC എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സസ്പെൻഷൻ്റെ കാര്യമാണ് അവർ പറഞ്ഞേക്കുന്നത്. സസ്പെൻഷൻ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. റെയിൻബോ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അവർ ബോറോ ചെയ്യുന്നത് 150 crore ആണ് ഫസ്റ്റ് ഫോർ 2021. കൺസ്ട്രക്ഷൻ ഓഫ് ബോയിലർ ആണ് പ്ലാൻഡ്. അതിന് എത്ര പെർസെൻറ്റേജ് ആണ്, 11%-ലാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മളുടെ ബോറോയിങ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. ആൻഡ് എത്രയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, 4 years ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ നിൽക്കാനായിട്ട്. ആൻഡ് ഇത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പല ലോണുകളായിരിക്കും, ജനറൽ ബോറോയിങ്സ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് ആണ് ജനറൽ ബോറോയിങ്സിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 13% ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി അക്കൗണ്ടൻറ്റ് ഓഫ് റെയിൻബോ ലിമിറ്റഡ് ക്യാപിറ്റലൈസ് ചെയ്തു എന്താണ് 19.50 crore ആ ഒരു പീരീഡിനകത്ത്. ഓക്കെ ആണോ? അത് ആക്ച്വൽ ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ട കാര്യം വരുന്നത്. അതിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഈ ഒരു ഇവർക്ക് എന്ത് വരുന്നുണ്ട്, ഒരു സർപ്ലസ് ഫണ്ട് ഈ ഒരു 150 crore ഇൻകമായിട്ട് നമ്മൾ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തോറും അപ്പം നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു ഇൻകം കിട്ടുന്നുണ്ട്. 3.5 crore നമുക്ക് ഇൻകമായിട്ട് കിട്ടുന്നുണ്ട്. അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ P&L-നകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻകമായിട്ടും കാണിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതാണ് സിറ്റുവേഷൻ വരുന്നത്. ബട്ട് നമ്മുടെ പ്ലാനിൻ്റെ പെർസെൻറ്റേജ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു സ്പെസിഫിക് ബോറോയിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനെ എന്താണ്, സോ നമുക്ക് ആ ഒരു എത്രയാണോ ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്നത്, അതിനകത്തുനിന്ന് എത്രയാണോ ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, ആ ഒരു ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ബാലൻസ് എമൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ക്യാപിറ്റലൈസ് ചെയ്യത്തുള്ളൂ. നമ്മളെ തെറ്റിക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെയ്റ്റഡ് ആവറേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ ആണോ? യെസ്, അങ്ങനെ വരികയാണെങ്കിൽ ആക്ച്വൽ ഇൻട്രസ്റ്റ് വരുന്ന എത്രയാണ്, 150 crore 11%, 16.50 ആയിരിക്കും നമുക്ക് ഇത് വരുന്നത് ആക്ച്വൽ ഇൻട്രസ്റ്റ് വരുന്നത്. ആൻഡ് ഇത് ഇൻകം നമുക്ക് ഇൻകർ ചെയ്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, P&L-നകത്ത് കൊടുത്തേക്കുന്നത് 3.50 കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് 16.5 3.5 കുറയ്ക്കുന്ന 30 crore ആയിരിക്കും വരുന്നത്. ഓക്കെ, 13 crore ആയിരിക്കും വരുന്നത്. അക്കൗണ്ടൻറ്റിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ചെയ്ത ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും, തെറ്റായിരിക്കും. ഓക്കെ ആണോ? യെസ്. പിന്നെ വേറൊരു ഇത് വരുന്നത്, സാർ 4 വർഷത്തേക്കല്ലേ വന്നേക്കുന്നത്, പിന്നെ എന്തിനാണ് നമ്മൾ ഫുൾ എമൗണ്ട് എടുത്ത് വെച്ച് ക്യാപിറ്റലൈസിന് ആക്ച്വൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നതെന്ന് നമുക്കൊരു തോന്നൽ വരാം. ബട്ട് എടോ ഫസ്റ്റിലല്ലേ ടോട്ടൽ ലോണ് തന്നേക്കുന്നത്. ഓക്കെ ആണോ? എപ്പോഴും നമുക്കിങ്ങനെ ചെയ്തു വരുമ്പോഴത്തേന് വരുന്ന ഒരു ടെക്നിക്കലി നമ്മൾ തെറ്റാനുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത്. എടോ 4 വർഷം ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കയറിയിട്ട് ഡിവൈഡൊക്കെ ചെയ്ത് കളയും. എടോ നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ഒരു ചെറിയ മിസ്റ്റേക്കാണ്, ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ലോണ് നമുക്ക് തുടക്കത്തിൽ തന്നിട്ടുണ്ട്, നമ്മൾ അത് കൊണ്ടുപോയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കോസ്റ്റിൻ്റെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്, ലോൺ എമൗണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? ലോണും കോസ്റ്റും എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ലോൺ എമൗണ്ടിൻ്റെ മുകളിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് എന്താ, ആക്ച്വലി ഉള്ള സംഭവമാണ്. ഓക്കെ ആണോ? നിങ്ങൾ ലോണ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ലോണ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തായിരിക്കും ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നത്, അത് അങ്ങനെയുള്ള ലോണാണെങ്കിൽ നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം. ബട്ട് സ്പെസിഫിക് ബോറോയിങ്ങിൻ്റെ കേസിനകത്താണെങ്കിൽ എന്താണ്, ടോട്ടൽ ആ ഒരു എമൗണ്ടിനകത്തായിരിക്കും വരുന്നത്. ജനറൽ ബോറോയിങ്സിനകത്ത് ആ രീതിയിലായിരിക്കും വരുന്നത്. അതിൻ്റെ വ്യത്യാസം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ഈ കേസ് എന്താണ്, സ്പെസിഫിക് ബോറോയിങ് ആണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണോ? അപ്പം ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് 13 crore ആയിരിക്കും.